സ്വകാര്യ ബാങ്കിന്റെ ഭീഷണി കാരണത്താലാണ് വീട്ടമ്മ തൂങ്ങി മരിക്കാനിടയായെന്ന് പറയുന്ന സംഭവത്തിലും മൈക്രോ ഫിനാൻസ് ബാങ്കുകളുടെ പകൽ കൊള്ളയ്ക്കെതിരെയും ഡിവൈഎഫ്ഐ റാന്നി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാന്നിയിലെ ഇസാഫ് ബാങ്കിന് മുമ്പിൽ പ്രതിഷേധ യോഗം നടത്തി. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ആർ ശ്യാമ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അമൽ എബ്രഹാം, ബ്ലോക്ക് പ്രസിഡന്റ് അലൻ മാത്യു, ജില്ലാ കമ്മിറ്റി അംഗം മിഥുൻ മോഹൻ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ബെഞ്ചമിൻ ജോസ് ജേക്കബ്, രാഹുൽ, ഷമീർ, മുസ്തഫ, എബിൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഓമലൂരിൽ കുടുംബനാഥ ആത്മഹത്യ ചെയ്ത സംഭവം നടന്നിരുന്നു. കുടുംബം രണ്ടാംകുറ്റി വേട്ടക്കാട്ട് കിഴക്കേതിൽ ലീല 48 വീടിനുള്ളിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടത്. ഇവരുടെ ഭർത്താവിനെയും മകനെയും അമിതമായി ഗുളികകൾ കഴിച്ച് ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയിരുന്നു. സ്വകാര്യ ബാങ്കിൽ പണമിടപാട് നടത്തിയ വായ്പ അളവ് തെറ്റിയതിനെ തുടർന്ന് സ്വകാര്യ ബാങ്ക് റിക്കവറി ഏജന്റുമാർ ഭീഷണിപ്പെടുത്തിയതോടെയാണ് ലീലയും ഭർത്താവും മകനും ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത്. മുറിയിൽ 3 സാരികൾ കുടുക്കിട്ട നിലയിൽ കണ്ടെത്തിയതിൽ നിന്നും മൂവരും ആദ്യം തൂങ്ങി മരിക്കാനാണ് തീരുമാനിച്ചതെന്ന് കരുതുന്നു. സംഭവം അറിഞ്ഞ അയൽവാസികൾ വീട്ടമ്മ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലും ഭർത്താവിനെയും മകനെയും അമിത അളവിൽ ഗുളിക കഴിച്ച അവശരായ നിലയിൽ കണ്ടതിനെ തുടർന്ന് അടൂർ താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. ഇസാഫ് ബാങ്കിന്റെ കൈപ്പറ്റൂർ ശാഖയിൽ നിന്നും ഇവർ വായ്പ എടുത്തിരുന്നതായും തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ കുടുംബം മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നാണ് പറയുന്നത്. പാവപ്പെട്ടൊരു വീട്ടമ്മേ കൊലപ്പെടുത്തിയറിഞ്ഞില്ലേ ഗുണ്ടകളാം ജോലിക്കാരെ ഒറ്റി വളർത്തും നിസ്സാഫ് ഒട്ട് കളിച്ചോ സൂക്ഷിച്ചോ